അന്യന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാനാണ് ഇപ്പോൾ പലർക്കും താല്പര്യം. ഇപ്പോൾ നമ്മൾ ഇന്നലെ മരിച്ച മഹാനടൻ സലീംകുമാറിന്റെ സംസ്കാര ചടങ്ങ് കണ്ടിരുന്നു. ആ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മകനായ ചന്തു സലീംകുമാർ കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടാണ് അലറി വിളിച്ചത്, മാറി നിൽക്കടാ, ഞങ്ങൾ കുറച്ച് പ്രൈവസി തരാം. അതായത് ബാധിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അവിടെ ചങ്ക് പൊട്ടി നിൽക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു മകന് ഇവരുടെ മുന്നിൽ അല്ലെങ്കിൽ ക്യാമറയും പിടിച്ച് അല്ലെങ്കിൽ ഫോൺ തൂക്കി നടക്കുന്നവരുടെ കയ്യും കാലും പിടിച്ച് പറയേണ്ടി വന്നു, നിങ്ങളൊന്ന് മാറി നിൽക്കാമോ, എനിക്ക് പ്രൈവസി തരുമോ എന്ന്. അതായത് ഇതുപോലുള്ള ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളെ ഇപ്പോൾ ഒരു ചട്ടവിലങ്ങ് അല്ലെങ്കിൽ ഇവർക്കൊരു പൂട്ട് ഇടേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? അല്ല, ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആഷിക്ക്, ഇതിനകത്ത് മുഖ്യധാരാ മാധ്യമങ്ങളല്ല, ഇതിനകത്ത് കുറച്ച് വ്ളോഗർമാരാണ്. അവര് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ്. ഇവരൊന്നും മാധ്യമ പ്രവർത്തകരല്ല, ഇവരെല്ലാം വ്ളോഗർമാരാണ്. അവരവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇത്തരം വീഡിയോകൾ എടുത്ത് പ്രചരിപ്പിച്ച് അതിൽ നിന്ന് എന്ത് വരുമാനം ഉണ്ടാക്കാം എന്ന് മാത്രം. പാപ്പരാസീസ്, അതാണ് അല്ല, ഇവരെ യഥാർത്ഥത്തിൽ വിളിക്കേണ്ട പാപ്പരാസീസ് എന്നാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മരണം നടന്ന അതൊരു അത്യാവശ്യം ഒരു നടനോ അല്ലെങ്കിൽ 4 പേർ അറിയുന്ന ഒരാളാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തുന്നു. അവിടെ വന്ന് ഇന്ന ആളുടെ മരിച്ചു കിടക്കുന്ന ആളുടെ ഭാര്യ കരയുന്നത് കണ്ടോ, മരിച്ചു കിടക്കുന്ന ആളുടെ മകന്റെ വിഷമം കണ്ടോ, മരിച്ചു കിടക്കുന്ന ആളുടെ ഭാര്യയെ മറ്റൊരാൾ ആശ്വസിപ്പിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് ഓരോ ടൈറ്റിലിട്ട് അതിന്റെ ദൃശ്യം പകർത്തി അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ഞങ്ങളുടെ റീച്ചും വരുമാനം എങ്ങനെ കൂട്ടാം എന്ന് കരുതുന്ന പാപ്പരാസികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നലെ നോക്കൂ, മാധ്യമങ്ങൾ അവിടെ വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരാരും ഇന്നലെ നമ്മൾ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടോ സലീംകുമാറിന്റെ ഭാര്യ കരയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വാർത്തയല്ല. സലീംകുമാറിന്റെ പൊതുദർശനത്തിന്റെ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്, സംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇതൊരു പാപ്പരാസി സംസ്കാരമുള്ള ചിലർ അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെന്ന. ഇവർ ആ രീതിയിലുള്ള വിശേഷണം മാധ്യമ പ്രവർത്തകർ എന്ന ടാഗ്ലൈനിൽ അറിയപ്പെടുന്നവരല്ല. അല്ല, അവരൊക്കെ ബ്ലോഗർമാരാണ്, വെറുതെ ദൃശ്യങ്ങൾ പകർത്തി അവരെ ബ്ലോഗർമാരാണ്, അവരെ പാപ്പരാസീസ് ആണ്. അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. കാരണം നാട്ടുറോട്ടിൽ ഒരാൾ മരിച്ചു വീഴുന്ന കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു വീണ് കിടക്കുന്ന ശവത്തിനെ വരെ മാർക്കറ്റ് ചെയ്യാൻ മടിയില്ലാത്ത പാപ്പരാസുകളുണ്ട് നമ്മുടെ നാട്ടില്. അല്ല, അതാണല്ലോ നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം ഒരു അച്ഛൻ മരിച്ച ഒരു മകനും അതുപോലെ തന്നെ ആ മരിച്ചയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കരയാനുള്ള ഒരു സംവിധാനം, ഒരു സ്ഥലം, കരയാൻ മര്യാദക്കൊന്ന് കരഞ്ഞ് അവരുടെ വിഷമത്തിനൊരു ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ ഒന്ന് കരയാനുള്ള സ്പേസ് പോലും ഇവർ കൊടുക്കുന്നില്ല. ആ രീതിയിൽ ഇവരുടെ തള്ളിക്കയറ്റമാണ് ഓരോ നടന്മാര് വരുന്നത്. ഈ വരുന്നവരൊക്കെ എന്താണ്, തന്റെ സഹപ്രവർത്തകന്റെ ജീവൻ നഷ്ടമായപ്പോ നെഞ്ച് തകർന്ന് വരുന്നവരാണ്. ഇവര് തമ്മിലുള്ള ആത്മബന്ധമൊന്നും അറിയുന്നവരല്ലല്ലോ ഇവിടെ ഇരിക്കുന്ന ഈ പാപ്പരാസികൾ. ഇതിനു മുമ്പ് നമ്മൾ ഇത് കണ്ടത് നമ്മുടെ ശ്രീനിയേട്ടൻ, അതായത് ശ്രീനിവാസൻ മരിച്ച ദിവസമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ധ്യാൻ ശ്രീനിവാസൻ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസന്റെ ഒക്കെ ദുഃഖം വിറ്റ് മാർക്കറ്റ് ആക്കിയവരാണ് ഈ ഒരു പാപ്പരാസുകൾ. ശരിക്കും ഇവരെ ഒരു അന്യന്റെ അതല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി അതിനൊരു വിലയുമില്ലേ നമ്മുടെ? അല്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്വകാര്യത, ഒരു മനുഷ്യന്റെ സ്വകാര്യതയെ മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പോ കണ്ടു, ഇത് ശ്രീനിവാസന്റെ മരണത്തിൽ മാത്രമല്ല, മോഹൻലാലിന്റെ അമ്മ മരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അവസാനമാണ് ആ കുടുംബം അങ്ങനെ തീരുമാനിച്ചത്, മോഹൻലാലിന്റെ കുടുംബം തീരുമാനിച്ചു അമ്മയുടെ അവസാന സംസ്കാര ചടങ്ങ് അവിടേക്ക് ചാനലുകളെ ആരെയും പ്രവേശിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ആ തരത്തിലേക്കാണ് ഇവിടെ ഇടിച്ചു കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്. വരുന്നവരുടെ ദൃശ്യങ്ങൾ എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറയുന്ന സ്വകാര്യതയെക്കുറിച്ച് ഇന്ന് പോലീസ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളിലുള്ള കാര്യം തന്നെയാണ്. അതിങ്ങനെയാണ് കൃത്യമായിട്ട് പറയുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടു ചെല്ലുന്നവർ അറിയാൻ എന്ന് പറഞ്ഞ് തന്നെയാണ് ആ മുന്നറിയിപ്പിൽ പറയുന്നത്. അവിടെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അതില് സെക്ഷൻ 66E പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമെന്നാണ്. അപ്പൊ ഇന്നലെ സലീംകുമാറിന്റെ അവിടെയും അതുപോലെ ശ്രീനിവാസന്റെ അവിടെ മരിച്ചപ്പോഴും മോഹൻലാലിന്റെ അമ്മ മരിച്ചപ്പോഴും എല്ലാം ഈ പാപ്പരാസികൾ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ്. ആ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. കാരണം ഇന്നിപ്പോ നമ്മൾ പല കോണിൽ നിന്നും വരുന്നുണ്ട്. ഒരാൾക്ക് സ്വന്തം ഏറ്റവും അടുപ്പമുള്ള ഒരാൾ മരിച്ചപ്പോൾ ഒന്ന് കരയാനുള്ള ഒരു സ്പേസ് പോലും കൊടുക്കുന്നില്ല. വരുന്നവരെ മൊത്തം അവരെങ്ങനെയാണ് പെരുമാറുന്നത്, എന്ത് ചെയ്യുന്നു, ഒന്ന് വെള്ളം കുടിക്കുന്നു, ഉടനെ അത് വീഡിയോ എടുക്കുന്നു. സലീംകുമാറിന്റെ മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന് വെള്ളം കുടിക്കുന്ന ആൾ എന്ന് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യണം. അതെല്ലാം സ്വകാര്യതയുടെ ലംഘനമാണ്, കർത്ത നിയമ ലംഘനമാണ്. ജയിൽ ശിക്ഷയും
അതുപോലെ തന്നെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത് ഓർമ്മിക്കുക, ഇനിയെങ്കിലും ഇത് ചെയ്യരുത് എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന ബ്ലോഗർമാരും അല്ലെങ്കിൽ പാപ്പരാസികളും ചിന്തിക്കേണ്ടതാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളും കമ്പ്യൂട്ടർ യുഗം തുടങ്ങിയപ്പോൾ തന്നെ ഈ IT ആക്ട് നിലവിലുള്ളതാണ്. ഈ IT ആക്ട് പോലീസിന് രണ്ടാമത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വന്നു ഈ പാപ്പരാസുകളുടെ ഈ കടന്നുകയറ്റം കാരണം. ഈ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല അറിയാമല്ലോ, ആ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാല ഇടുന്ന സ്ത്രീകളുടെ നെഞ്ചത്തേക്കാണ് ഇവർ ക്യാമറ ഫോക്കസ് ചെയ്ത്. എന്നിട്ട് അവർക്ക് അവരുടെ സാരി മറച്ചു വെക്കേണ്ടി വന്നു. നിങ്ങൾ എങ്ങോട്ടാണ് ആ ഫോട്ടോയും തള്ളി കൊണ്ട് കയറി വരുന്നത് പരസ്യമായിട്ട് ചോദിക്കേണ്ടി വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയാണെന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. അവർക്ക് ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തുക, അവരുടെ സ്വകാര്യതയിലേക്ക്, അവരുടെ ശരീരഭാഗങ്ങളിലേക്ക് സൂം ചെയ്യുക, അതിന്റെ വീഡിയോ എടുക്കുക, അത് സോഷ്യൽ മീഡിയയിൽ അപ്പ് ചെയ്തിട്ട് അതിന് എത്ര റീച്ച് കിട്ടുന്നു, എത്ര പേർ കാണുന്നു, ചില ഞരമ്പ് രോഗികൾ കണ്ടിട്ട് അതിൽ കമന്റ് ചെയ്യുന്നു. ഇതിനെല്ലാം കിട്ടുന്ന ലൈക്കും വ്യൂസും അതിൽ നിന്ന് കിട്ടുന്ന പണവുമല്ലാതെ ഇവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓരോ എടുത്ത് ചെല്ലുമ്പോഴും ആൾക്കാർ അതുകൊണ്ടാണ് ഇവരെ ഓടിച്ചു വിടാൻ ശ്രമിക്കുന്നത്. ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, അല്പമെങ്കിലും ബോധമെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന പരിപാടിയിൽ അവസാനിപ്പിക്കുക. ഒരു മൊബൈലും തൂക്കി ഒരു മൊബൈലുമായി അവിടെ ചെന്ന് നിന്ന് ഇതെല്ലാം കണ്ട് ഇതിൽ നിന്ന് വീഡിയോസ് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തനമല്ല. ഇവർ ഒരിക്കലും ഓൺലൈൻ മാധ്യമപ്രവർത്തകരല്ല. ഓൺലൈൻ എന്നല്ല, ഇവർ മാധ്യമപ്രവർത്തകരെ അല്ല. ഇത്തരക്കാരുടെ ഇപ്പൊ ജനം പ്രതികരിച്ചു തുടങ്ങി. ഇന്നലെ ചന്തു മാത്രമായിരിക്കും പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ ആവർത്തിക്കുകയാണെങ്കിൽ അവിടെ കൂടി നിൽക്കുന്നവർ കൈകാര്യം ചെയ്യുക എന്നുള്ളതെങ്കിലും ഇവർ ഓർമ്മിക്കുക. പബ്ലിക് ഡൊമൈനിൽ വെച്ച് രണ്ട് പേർ തമ്മിൽ സംസാരിക്കുന്ന ഒളിച്ച കേട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന പാപ്പരാസുകളാണ് ഈ നാട്ടിലുള്ളത്. പക്ഷെ അവരോട് ചോദിച്ചാൽ പറയുന്നത് ഞാൻ ചെയ്യുന്ന ജേർണലിസം എന്നാണ്. ഇതാണ് ജേർണലിസം. ഇതെങ്ങനെയാ ജേർണലിസം ആവുന്നത്? ഇതൊന്നും അല്ല. ഇത് പാപ്പരാസീസ് എന്ന് പറയുന്നവരുടെ ജേർണലിസം അല്ല. ഞാൻ ചോദിക്കട്ടെ, ജേർണലിസ്റ്റ് ഇവിടെ ഇന്നലെ കേരളത്തിൽ ഇത്രയും മുഖ്യധാര ചാനലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് അംഗീകൃതമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ഇവരാരും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവരെല്ലാം അവരുടേതായ രീതിയിൽ കൃത്യമായി, അല്ലെങ്കിൽ വന്ന പൊട്ടിക്കരയുന്ന നാദിർഷ, പൊട്ടിക്കരയുന്ന ദിലീപ് എന്നൊക്കെ പറഞ്ഞ് ആരും വാർത്ത കൊടുത്തില്ലല്ലോ. ഇതെല്ലാം ചെയ്തത് പാപ്പരാസീസാണ്. ഇവരാണ് ചെയ്തത്. ഇവരെന്നിട്ട് അതിനെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്, മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ ലഭിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജിലേക്ക്, കാരണം ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രിവിലേജാണ് അത്. ആ ഒരു പ്രിവിലേജിന്റെ ഗുണം എങ്ങനെയെങ്കിലും പറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരെങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുക? ഇവരെന്താണ്, എന്തെങ്കിലും കമ്മിറ്റ്മെന്റിന്റെ ഭാഗത്താണോ ചെയ്യുന്നത്? അവരുടെ കീശ നിറയുക, അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ചെയ്യുന്നത്. ഇവരിവിടെയുള്ള സാധാരണക്കാരന്റെ പട്ടിണി കിടക്കുന്നവന്റെ വിഷമങ്ങൾ തേടി പോകാറുണ്ടോ? അല്ലെങ്കിൽ പളവള എന്നുള്ള ഡ്രസ്സ് ഇടാതെ ഈ ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ പോകുന്നുണ്ടോ? ഇവിടുത്തെ ജനകീയമായ വിഷയങ്ങളിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ? ഇവിടെ ആശമാർ സമരം ചെയ്തപ്പോൾ ഇവർ ആരെങ്കിലും വന്ന് ആശമാരുടെ പ്രശ്നം എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന ഓൺലൈൻ മാധ്യമം അല്ലെങ്കിൽ ഈ പാപ്പരാസീസ് എല്ലാം അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് സിനിമാ മേഖലയുടെ ഗ്ലാമർ. ആ ഗ്ലാമറിലേക്ക് വരുന്നവരെ ഒപ്പിയെടുക്കുക, അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുക, അത് സ്വന്തം അക്കൗണ്ടിലൂടെ ഇടുക. എന്നിട്ട് അതിന് പറയുന്ന പേരല്ല മാധ്യമപ്രവർത്തനം, ഇതല്ല മാധ്യമപ്രവർത്തനം. ചേട്ടാ, നമ്മുടെ കർണാടകയിലെ ഷിരൂർ ലോറി അപകടത്തിൽപ്പെട്ട അർജുൻ നമുക്കറിയാം. അർജുന്റെ മകന്റെ എല്ലാ വിഷ്വൽസ്, എല്ലാ കാര്യങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾ നൽകിയത് ബ്ലർ ചെയ്ത് അല്ലെങ്കിൽ വെളിയിൽ കാണിക്കാത്ത രീതിയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച ഇതുപോലുള്ള ഈ പാപ്പരാസുകളുടെ പേജിലൂടെയാണ്. അതായത് ആ കുട്ടിയുടെ കണ്ണീരും കരച്ചിലും കണ്ട് അതിലൂടെ പണം ഉണ്ടാക്കിയവരാണ് ഈ പാപ്പരാസുകൾ. ദൗർഭാഗ്യകരമായ ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെയും വിറ്റ് കാശാക്കുന്ന ചെന്നായ്ക്കൾ, അല്ലെങ്കിൽ തെരുവിൽ നടക്കുന്ന തെരുവ് നായ്ക്കൾക്കും ഉണ്ട് അന്തസ്. പക്ഷെ അവർക്ക് ഈ ഒരു പാപ്പരാസുകൾക്ക് ഇല്ലാത്തത് അതാണ്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഇരയായി അല്ലെങ്കിൽ അച്ഛനെ നഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയാതെ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് അച്ഛനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ കുഞ്ഞിനോട് പോയി അച്ഛൻ എവിടെ പോയതെന്ന് അറിയാമോ എന്ന് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് അത് ചോദിക്കാൻ പറ്റുന്നത് ആ കുഞ്ഞിനോട്? ഇങ്ങനെ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. കെവിൻ കേസിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നിരവധി കേസുകളിൽ ഇരയായവരെ ചെന്ന് കണ്ട് അവരിലെ കൂടുതൽ ഹർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ കണ്ടന്റ് ഉണ്ടാക്കി അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കുക, അതിന്റെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഒട്ടുമില്ലാത്ത ഒരു വിഭാഗമാണ് ഇവരൊരു നമ്മുടെ സത്യം പറഞ്ഞ ഇതൊരു നാടിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനം തെരുവിൽ കല്ലെറിയുമ്പോൾ ജനം തിരിഞ്ഞു നിന്ന് ചോദിക്കുക, അടിച്ചോടിക്കുക. ഇതാണ് ഇനി ചെയ്യേണ്ടത്.